അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്ന് ലോക മുസ്ലിമീങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ബലിപെരുന്നാൾ ആത്മാവിൻ്റെ ആഘോഷമാണ്. ആത്മീയതയാണ് അതിൻ്റെ അടിയാധാരം. ആത്മീയതയില്ലാത്ത ആഘോഷങ്ങൾ ഭൗതിക പരിസരങ്ങളിൽ തിളങ്ങി അമരും. ബലിപെരുന്നാളിൻ്റെ ഓളങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ചരിത്രത്തിൻ്റെ ഓളങ്ങളിലേക്കാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹായുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രത്തിലേക്കാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏകദേശം 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപത്നി ഹാജറ ബീവി റളിയല്ലാഹു അൻഹായിൽ ഒരു കുഞ്ഞിക്കാല് കാണുകയും ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന ആ കുട്ടിയെയും സ്വന്തം ഭാര്യയെയും മക്കയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കൊണ്ടാക്കുകയും അവിടെ നിന്ന് പിരിഞ്ഞുപോയി വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ ഓർഡർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സ്വപ്നത്തിലൂടെ ലഭിക്കുകയാണ്. സ്വന്തം മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കുക. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനോട് അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയെ അറിയിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന എന്തു തന്നെയാണോ അത് താങ്കൾ നടപ്പിലാക്കുക, ഞാനത് സഹിക്കുവാൻ തയ്യാറാണ് എന്ന ഒരു ദൃഢപ്രതിജ്ഞ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൽ നിന്ന് ലഭിച്ചപ്പോൾ തൻ്റെ മകനെയും കൂട്ടി മിനാ താഴ്വരയിലേക്ക് പോവുകയും അവിടെ വെച്ച് അറുക്കുവാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി. ആ ഒരു ഘട്ടം അള്ളാഹുവിൻ്റെ ആജ്ഞ ഉണ്ടാവുകയാണ്. ഓ ഇബ്രാഹിം, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു. മകന് പകരമായി ആടിനെ അറുത്ത് നിങ്ങൾ ആ കർമ്മം നിർവഹിക്കുക. അങ്ങനെ സ്വർഗത്തിൽ നിന്നും ഒരു ആട്ടിൻകുട്ടിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറുക്കുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തു. ഈ ഒരു മഹാസംഭവം അത് അയവിറക്കുന്ന ഈ ഒരു വേളയിൽ നാം നമ്മുടെ നാടുകളിൽ ബലിമൃഗത്തെ അറുത്ത് അത് പുനർവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചരിത്രങ്ങൾ കാലത്തിൻ്റെ കേവലം പ്രതികരണങ്ങൾ മാത്രമല്ല, വരും തലമുറയിലേക്കുള്ള പാഠങ്ങളാണ്, നാം മനസ്സിലാക്കിയെടുക്കേണ്ട ചരിത്ര സംഭവങ്ങളാണ്. ബലിപെരുന്നാൾ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നതും അതുതന്നെയാണ്. അർപ്പണബോധത്തിൻ്റെയും ത്യാഗസന്നദ്ധതയുടെയും വിജയാവരണങ്ങളാണ്. അതാണ് തക്ബീർ ധ്വനികളിലൂടെ നാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസരത്തിൽ എല്ലാ വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്ര ശകലങ്ങളിൽ നിന്ന് അല്പം ചില കീറുകൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ഒടുവിൽ താൻ ആഗ്രഹിച്ച തൻ്റെ ജീവിതത്തിൽ തനിക്ക് ജീവിതശേഷം തൻ്റെ തലമുറയിൽ നിന്നും ഈ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഒരു വ്യക്തി വേണമല്ലോ എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് തനിക്കൊരു കുഞ്ഞിന് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും തൻ്റെ 55-65 വയസ്സിൻ്റെ ആ സമയത്താണ് ഇസ്മായിൽ നബി എന്ന ആ ഒരു കുഞ്ഞ് ഹാജറ ബീവിയിലൂടെ ഇബ്രാഹിം നബിക്ക് ലഭിക്കുന്നത്. കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ മക്ക മരുഭൂമിയിൽ മൈലുകളോളം താണ്ടി അവിടെ കൈക്കുഞ്ഞായിരിക്കുന്ന ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും അവിടെ
ആക്കിയതിന് ശേഷം തിരിച്ചു പോരുന്ന സമയത്ത് ഹാജറ ബീവി ചോദിക്കുകയാണ്, അല്ല ഞങ്ങളെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണോ എന്ന് ചോദിച്ചെങ്കിലും അതിന് മറുപടിയില്ലാതെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഇബ്രാഹിം നബിയോട് പല ആവർത്തി ചോദിച്ചെങ്കിലും മറുപടിയില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഹാജറ ബീവി ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ, അള്ളാഹുവിൻ്റെ കൽപ്പന ഒന്നു മാത്രമാണ് ഞാൻ നിങ്ങളെ ഇവിടെ തനിച്ചാക്കി പോകാൻ കാരണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി യാത്രയാക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബി ഇവരെ തിരഞ്ഞുകൊണ്ട് വരുന്നത്. അവിടെ എത്തിയതിനു ശേഷം തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് നിന്നെ ബലിയറുക്കുവാൻ വേണ്ടി. ആ ഒരു കർത്തവ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഒട്ടും സങ്കോചം കൂടാതെ ആ മകൻ പ്രതികരിക്കുകയാണ്, ഉപ്പ, എന്താണോ അള്ളാഹുവിൻ്റെ കൽപ്പനയെങ്കിൽ അതുപ്രകാരം അങ്ങ് പ്രവർത്തിക്കുക എന്നുള്ള ആ സമ്മതം കൊടുത്തതോടുകൂടി ആ മകൻ്റെ കയ്യും പിടിച്ച് ഒരു കയറും ഒരു കത്തിയും കയ്യിൽ വെച്ചുകൊണ്ട് ആ ഹാജറ ബീവിയോട് സമ്മതം പറഞ്ഞുകൊണ്ട് ആ മകനെയും കൂട്ടി നടക്കുകയാണ്. അങ്ങനെ ആരോരുമില്ലാത്ത ആ ഒരു പ്രദേശത്ത് ഒരു പാറപ്പുറത്ത് കമഴ്ത്തിക്കെടുത്തുകൊണ്ട് തൻ്റെ കയ്യും കാലും കെട്ടി ആ മകനെ അറുക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ മകൻ പറയുന്നു, ഉപ്പ, ഈ രൂപത്തിൽ എന്നെ കെട്ടിയിട്ടുകൊണ്ട് അറുക്കുമ്പോൾ അള്ളാഹു എനിക്ക് ഇതിൻ്റെ സമ്മതമില്ലാതെ ഞാൻ പ്രതികരിക്കുമോ, ഞാൻ എതിർക്കുമോ എന്നുള്ള നിലക്കായിരിക്കും എന്നെ കെട്ടിയത് എന്ന ആ ഒരു ഭാവം വരാൻ പാടില്ല എന്ന നിലക്ക് എൻ്റെ ഈ കെട്ടുകൾ അഴിച്ചു തരണമെന്ന് സമ്മതം ചോദിക്കുകയും അങ്ങനെ ആ ഉപ്പ കെട്ടുകളെല്ലാം അഴിച്ചുകൊണ്ട് മലർത്തിക്കെടുത്തുകൊണ്ട് അറുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ 1-2 പ്രാവശ്യം അറുക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ആ കഴുത്ത് അറുക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ മകൻ ഉപ്പയോട് പറയുകയാണ്, ഉപ്പ, എന്നോടുള്ള അതിയായ സ്നേഹം അങ്ങേക്കുണ്ട് എന്നെനിക്കറിയാം. ആ സ്നേഹം ഒരിക്കലും നിങ്ങൾക്ക് എന്നെ അറുക്കാൻ അനുവദിക്കുകയില്ല. ആയതുകൊണ്ട് എൻ്റെ തല അങ്ങോട്ട്, എൻ്റെ മുഖം അങ്ങോട്ട് ചെരിച്ച് കെടുത്തിക്കൊണ്ട് അങ്ങ് ഈ കർമ്മം നിർവഹിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞതനുസരിച്ച് ആ തല മുഖം അങ്ങോട്ട് തിരിച്ചു കെടുത്തി ആ കത്തി ഉപയോഗിച്ച് അറുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഇബ്രാഹിം നബിക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഒരു ആടിനെ അവിടെ പ്രത്യക്ഷമാക്കുകയും അങ്ങ് ഈ പരീക്ഷണത്തിലും വിജയിച്ചിരിക്കുന്നു, അങ്ങ് ഈ ആടിനെ അറുത്ത് പരിഹരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം അവിടുന്ന് അവർ മടങ്ങുകയാണ് ഉണ്ടായത്. എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന കൂട്ടുകാരെ, നമുക്കൊരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ കർത്തവ്യങ്ങളും റബ്ബിൽ നിന്നുള്ള കൽപ്പനകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് വിശേഷപ്പെട്ട കൽപ്പനകളായിരുന്നുവെങ്കിലും അത് ഒട്ടും സങ്കോചം കൂടാതെ നിർവഹിച്ചതിൻ്റെ ആ ഒരു പ്രതിഫലമാണ് ഇന്നും ആ ഇബ്രാഹിം നബിയെ ഓർത്തുകൊണ്ട് ഇന്ന് ഹജ്ജ് കർമ്മങ്ങളും ബലിപെരുന്നാളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ നിവർത്തിച്ചു കൊണ്ടുപോരുന്നതും ഇബ്രാഹിമിയ സലാത്ത് ഖുർആനിൽ നിന്ന് പഠിച്ചതുപോലെ നാം നിർവഹിച്ചു പോരുന്നതും. നമുക്കറിയാം, ഈ മകനെ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവിടെ കൊടുന്ന് ഈ മരുഭൂമിയിൽ ഏൽപ്പിച്ചിട്ട് പോയതിൻ്റെ 5-6 വർഷങ്ങൾക്ക് ശേഷം ഉപ്പ വന്നിട്ട് ഈ വിവരം, ഇബ്രാഹിം നബി വന്നുകൊണ്ട് ഈ വിവരം ഇസ്മായിൽ നബിയോട് പറയുന്ന സമയത്ത് ഒരു പ്രതികരണവും കൂടാതെ ഉപ്പ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം പ്രവർത്തിക്കുക എന്ന് പറയണമെങ്കിൽ ആ ഹാജറ ബീവി എന്തായിരിക്കും ഈ മകൻക്ക് തൻ്റെ ഉപ്പയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കൽപ്പനകളെക്കുറിച്ചും മറ്റുള്ള ജീവിത ശൈലിയെക്കുറിച്ചും ജീവിത ക്രമീകരണങ്ങളെക്കുറിച്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ആ ഒരു പ്രതിഫലനമാണ് ആ മകനിൽ നിന്നും ആ ഇബ്രാഹിം നബിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതേപോലെ ഇന്ന് നമ്മൾ അതിന് ഉദാഹരണമായിക്കൊണ്ട് നാം പഠിക്കേണ്ടത് പ്രവാസികളായി ജീവിക്കുന്ന നമ്മെക്കുറിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റും നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഗുണഗണങ്ങളെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു നല്ല
സന്ദേശം കൊടുക്കുമ്പോൾ മാത്രമേ പ്രവാസ ലോകം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ മക്കളിൽ നിന്ന് നല്ലതായിരിക്കുന്ന പ്രതികരണങ്ങൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനും കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് ഇത്തരം മനുഷ്യത്വപരമായ ജീവിതവും പെരുമാറ്റവും നമ്മിൽ വർദ്ധിപ്പിച്ചു എടുക്കുവാൻ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ എന്ന് ഈ പെരുന്നാൾ സുദിനത്തിൽ നിങ്ങൾക്കൊരു സന്ദേശമായി നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.